ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റവ ലഡുവാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ലഡു നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ലഡു തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് നട്ട്സും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ ലഡുവിലേക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മുടെ ഈ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മുന്തിരി കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കാം. മുന്തിരിയൊക്കെ നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കരിഞ്ഞു പോകാതെ നെയ്യിൽ നിന്നും വേഗം തന്നെ കോരി മാറ്റാം. ബാക്കിയുള്ള ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് 2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ റവ മൂത്ത് അതിൻ്റെ കളറൊക്കെ മാറിപ്പോകും. അതുകൊണ്ട് നമുക്കിത് ചെറിയ തീയിലിട്ട് വറുത്തെടുക്കാം. ഇപ്പോഴിതാ ഈ റവ ഒട്ടും തന്നെ കളറൊന്നും മാറാതെ നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് നല്ല ഒരു മണവും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഒന്ന് ചിരകി അത് ചതച്ചെടുത്തതാണ്. മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയെടുത്തത് അതേപടി ചേർത്ത് കൊടുത്താൽ നമുക്ക് ലഡു ഉരുട്ടിയെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ചെറിയ തീയിലിട്ട് അതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ ഒന്നും കളറൊന്നും മാറിപ്പോകാതെ നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 5-6 മിനിറ്റ് ചെറിയ തീയിലിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ റവയൊക്കെ ആവശ്യത്തിന് തേങ്ങയും റവയും നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കളറൊന്നും മാറിയിട്ടില്ല. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോഴിതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ലഡുവിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ 1-2 എന്നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോഴീ ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ തിളച്ച് മഞ്ഞളിൻ്റെയൊക്കെ കളർ നന്നായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ലഡുവിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയാകാം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന റവ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ കൈയെടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. റവ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ചേർത്ത് കൊടുത്താൽ ഈ ലഡുവിന് നല്ലൊരു ടേസ്റ്റാണ്. അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടിയും റവയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ആ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് ഒരുപാടങ്ങ് തണുത്തു പോകരുത്. ഇത് നമ്മൾ കൈകൊണ്ട് ഉരുട്ടിയെടുക്കാവുന്ന ആ ചെറു ചൂടോടുകൂടി തന്നെ നമുക്കിതിലേക്ക് കുറേശ്ശെ നല്ല ചൂടുള്ള പാലൊഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാവുന്ന ഒരു പരുവത്തിൽ കുറേശ്ശെയായിട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴിതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം നല്ലൊരു ചൂടുണ്ട്. ഇനി ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് എടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ ബാക്കിയുള്ള ലഡു മുഴുവൻ ഞാൻ ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ് ഇത്. കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോ വരുന്നവരെ താങ്ക് യു.